കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി, POK അതായത് പാക് അധീന കാശ്മീർ അതെന്തായാലും നമുക്കൊപ്പമുള്ളതാണ്, അവിടുത്തെ ആൾക്കാർ നമുക്കൊപ്പം തന്നെ ചേരുമെന്നുള്ളത്. നമ്മൾ ആയുധം എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അവർ നമുക്കൊപ്പം വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ സത്യത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വളരെ വലിയ ഒരു സംഘർഷം. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യമാണ്, ഭീകരരെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമാണ്, അതൊക്കെ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ബലൂചിസ്ഥാനിൽ നടന്ന ഒരു സംഘർഷം, അതായത് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ അവർക്ക് സ്വതന്ത്രമാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നടത്തുന്ന പ്രതിഷേധങ്ങൾ, ഇപ്പോഴും അവിടെ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ബലൂചിസ്ഥാൻ നടത്തുകയാണ്. ജാഫർ എക്സ്പ്രസ് ഒക്കെ പിടിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാന് വളരെ കടുത്ത മുന്നറിയിപ്പാണ് ബലൂചിസ്ഥാൻ നൽകുന്നത്. ഒന്നുകിൽ അവർക്ക് ഇന്ത്യയോടൊപ്പം ചേരണം, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമാകണം, അവരോട് പാകിസ്ഥാൻ കാണിക്കുന്ന നീചത്വങ്ങൾ അവസാനിപ്പിക്കണം, അവരുടെ ധാതുക്കളെല്ലാം എടുത്തുകൊണ്ട് പോയി പാകിസ്ഥാൻ വളരുന്നതിനെ കുറിച്ച് അവർക്ക് വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയാണ് അവർ അവരുടെ പ്രതിഷേധങ്ങളിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ POKയിലെ ജനങ്ങൾ, അതായത് പാക് അധീന കാശ്മീരിലെ ജനങ്ങളും സംതൃപ്തരല്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഏതാണ്ട് ഒരേ സമയമാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം, എങ്ങനെയാണ് വിഭജനം ഉണ്ടായത് എന്നൊക്കെയുള്ളത്. അതിനൊക്കെ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ സമയത്ത് സമ്പന്നമായിരുന്ന രാജ്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് മാറിയത് എന്നുള്ളത്. ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുകയാണ്, പ്രതിരോധ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലാണെങ്കിലും. പാകിസ്ഥാനാണെങ്കിൽ അവരുടെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് വളരുകയല്ല, കൂപ്പുകുത്തി താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഒരുപാട് രാജ്യങ്ങളോട് തെണ്ടുകയാണ്. സാമ്പത്തികമായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന അരാജകത്വം, അരക്ഷിതാവസ്ഥ, പിന്നെ പട്ടിണി മരണങ്ങളും, പിന്നെ കിട്ടുന്ന ഫണ്ട് മുഴുവൻ ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ പഞ്ചാബിലെ സിന്ധു പ്രവിശ്യകളിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ ഇങ്ങനെ എത്രയൊക്കെ മൂടി വെച്ചാലും അതൊക്കെ പുറത്തു വരും എന്നുള്ളതാണ്. ഇപ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവാമി ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൗൺസിൽ ഉണ്ടാക്കിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് അവർ രംഗത്തെത്തുകയാണ്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ അകറ്റി നിർത്തുകയാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയ അരാജകത്വമുണ്ട്, സാമ്പത്തിക അരാജകത്വമുണ്ട്, ഞങ്ങളെ മൊത്തത്തിൽ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സാമ്പത്തികമായ അവഗണനകൾ ഞങ്ങൾ നേരിടുന്നു എന്നാണ് ഈ POK അതായത് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങിക്കൊണ്ട് പാകിസ്ഥാനെതിരെ ശബ്ദമുയർത്തുകയാണ്. അതായത് ഷഹബാസ് ഷെരീഫിനെ നേരിട്ട് നിന്ന് വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഉമ്മാക്കികളികളൊക്കെ ഭീകരരോട് മതി, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തൻ്റെ കാല് നക്കി നിൽക്കുന്ന ആളുകളോട് മതി, ഞങ്ങളോട് വേണ്ട, ഞങ്ങൾ ഇത്രയും നാൾ സഹിച്ചു, ഞങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചു, ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തോടെ ഞങ്ങളെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, ഞങ്ങളുടെ അപ്പുറത്ത് കിടക്കുന്ന കശ്മീർ, അവർ എന്ത് സ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത്, അവർക്ക് എല്ലാ തരത്തിലുള്ള ജീവിത മാർഗങ്ങളുമുണ്ട്, അവരുടെ പിന്നെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും സർക്കാർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി അവർ സാമ്പത്തികമായി ഉയർന്നുകൊണ്ട് അവർ നമുക്ക് മുന്നിൽ സന്തോഷത്തോടെ സംതൃപ്തരായി ജീവിക്കുന്നു. ഞങ്ങളിപ്പോഴും തമ്മിത്തല്ലും, എപ്പോഴും ബഹളത്തിനിടയിലും, എപ്പോഴും ജീവിക്കാൻ മാർഗമില്ലാതെ അസമാധാനത്തിലൂടെയുമാണ് ഞങ്ങൾ നീങ്ങിപ്പോകുന്നത്. ആ ജീവിതം ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഷഹബാസ് ഷെരീഫ് അതായത് പാകിസ്ഥാൻ സർക്കാരിനെതിരെ അവർ വലിയ രീതിയിലുള്ള മുറവിളി കൂട്ടുകയാണ്. മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതായത്
ഇവർക്ക് പിന്നെ നിയമസഭാ സീറ്റുകൾ ഈ POKയിൽ 12 നിയമസഭാ സീറ്റുകൾ ഇവർക്ക് നിന്ന് മത്സരിക്കാം. പക്ഷെ പാകിസ്ഥാൻ അത് ഈ POKയിലുള്ള ജനങ്ങൾ പാകിസ്ഥാനിൽ POKയിൽ നിന്ന് പാക് അധീന കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിൽ സ്ഥിര താമസമാക്കിയവർക്ക് മാത്രമേ ആ നിയമസഭയിൽ മത്സരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിയമം പാകിസ്ഥാൻ കൊണ്ടുവന്നു. അത് ഇവരെ വല്ലാത്ത തരത്തിൽ ബുദ്ധിമുട്ടിലാക്കി. ഇവർ അതിൽ അതൃപ്തരാണ് എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പാകിസ്ഥാനെതിരെ രംഗത്തെത്തുന്നത്. ഇവർക്കുള്ള നിയമസഭാ സീറ്റുകൾ POKയിലെ നിയമസഭാ സീറ്റുകൾ അവിടെ തന്നെ നിലനിർത്തണം. അവിടെ നിന്ന് പലായനം ചെയ്ത് പാകിസ്ഥാനിലെത്തി സ്ഥിര താമസമാക്കിയവർക്കല്ല അത് നൽകേണ്ടത്, അത് ഞങ്ങൾക്ക് തന്നെ നൽകണം എന്ന കൃത്യമായ നിലപാടാണ് ഇപ്പോൾ POK സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പ്രാതിനിധ്യ ഭരണത്തെ ദുർബലപ്പെടുത്തുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ നിന്ന് പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയവർ അവിടെ തന്നെ മത്സരിച്ച് ജയിച്ചാൽ അത് അവർക്കല്ലേ ഗുണം? ഞങ്ങൾക്ക് എന്താണ് ഗുണം? ഞങ്ങളുടെ പ്രാതിനിധ്യത്തെ, ഞങ്ങളുടെ ഒരു പ്രതിനിധി അസംബ്ലിയിൽ ഉണ്ടായില്ലേ ഞങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളൂ, ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കാനും വികസനങ്ങൾ നോക്കാനും ഒക്കെ നടക്കും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയൂ, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പൊക്കോളാം. ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് പോകുന്നതാണ് താല്പര്യം. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സ്വതന്ത്രരാണ്. അവർ സ്വാതന്ത്ര്യത്തോടെ സാമ്പത്തികമായി അവഗണനകൾ നേരിടാതെ ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകാം. നിങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ വഴിക്ക് വിടാൻ അനുവദിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു ഭീകര രാജ്യത്തോട് പൊറുതി മുട്ടിക്കൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ പറയുകയാണ്. അതോടുകൂടി ഷഹബാസ് ഷെരീഫ് സർക്കാർ നിലം പൊത്തുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അതായത് സൈന്യത്തെ വിന്യസിപ്പിക്കുന്നു, അവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള എല്ലാവിധ നീക്കങ്ങളും സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാ 70 വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്നാണ് അവിടുത്തെ തന്നെ POK തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷൗക്കത്ത് നവാസ് മിർ, അതായത് അതിൻ്റെ നേതാവ് പറയുന്നത്. മതി, അവകാശങ്ങൾ നൽകുക, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധത്തെ നിങ്ങൾ നേരിടുക. നിർത്തൂ, നിങ്ങളുടെ എല്ലാ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കൂ. ഞങ്ങൾക്കിനി ഇതൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടത് അവകാശങ്ങളാണ്. ഒന്നുകിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ തിരിച്ചു നൽകൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. നിങ്ങൾ 4 ഭീകരവാദികളെ കയറ്റിവിട്ട് ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ ഇന്ത്യ 10,000 ബ്രഹ്മോസുകൾ ഇങ്ങോട്ട് അയച്ച് നിങ്ങളുടെ എല്ലാ കേന്ദ്രങ്ങളും തകർക്കുകയാണ്. ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ചെയ്യുന്നതിന് പോലെ ചെയ്യാൻ ഞങ്ങൾക്കും കൃത്യമായി അറിയാം. ഞങ്ങളുടെ ആളുകളൊക്കെ ഇറങ്ങി നിങ്ങൾക്കെതിരെ തിരിയാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തരിക. അത് പിടിച്ചു വയ്ക്കാനോ അത് നിങ്ങളിലേക്കാക്കാനോ ഉള്ള അവകാശം നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. സർക്കാർ തലത്തിൽ ഇതിനെതിരെ, ഈ പ്രതിഷേധത്തിനെതിരെ ചർച്ചകൾ ഉണ്ടായി, വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായി. ഈ ചർച്ചകളൊക്കെ പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് യാഥാർത്ഥ്യമാവുന്നത്. POKയ്ക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടണ്ട, POK നമ്മുടെ അടുത്തേക്ക് തന്നെ വരും, അതിൻ്റെ സമയം ഒട്ടും വൈകില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സർക്കാരിന്റെ ദീർഘവീക്ഷണങ്ങൾ എത്ര യാഥാർത്ഥ്യമാകുന്നു. ബലൂചിസ്ഥാനും POKയും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായി മാറാൻ പോവുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.